ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ചൂട് കാലത്ത് നമ്മൾ ഫൗണ്ടേഷൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫൗണ്ടേഷനുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ എല്ലാവരും അനുഭവിക്കുന്ന ഒരു മെയിൻ പ്രോബ്ലം ആണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അതായത് കേക്കി ആയിട്ട് ഫീൽ ചെയ്യുക. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഒരു ഡിസ്കംഫോർട്ട് ആയിട്ടുള്ള ഫീലിംഗ് നമ്മുടെ എല്ലാവരുടെയും സ്കിന്നിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെ നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ കേക്കി ആവാതിരിക്കാം എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പം നീഡഡ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് മാത്രം എടുക്കുക. അതോടൊപ്പം തന്നെ ഡോട്ട് ഡോട്ട് ആയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓവറായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കരുത്. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഈ കേക്കി ആയിട്ടൊക്കെ ഫൗണ്ടേഷൻ നമ്മുടെ സ്കിന്നിൽ കാണപ്പെടുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളിപ്പം ഒരു ഓയിലി സ്കിന്നുകാർ ആണെങ്കിൽ എപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഫൗണ്ടേഷൻ്റെ ആ ഒരു ഫിനിഷ് വൈസ് നോക്കുകയാണെങ്കിൽ മാറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ യൂസ് ചെയ്യണം. ഇനിയിപ്പോൾ നേരെ മറിച്ച് ഒരു ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ നോർമൽ സ്കിൻ ആണെങ്കിൽ എപ്പോഴും നമ്മൾ ഹൈഡ്രേറ്റിംഗ് ഫീൽ നൽകുന്ന ഫൗണ്ടേഷൻസ് വേണം യൂസ് ചെയ്യാൻ വേണ്ടി. അതായത് ഒരു ഡ്യൂയി ഫിനിഷ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഫൗണ്ടേഷൻ യൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫൗണ്ടേഷൻ ലോങ് ലാസ്റ്റിംഗ് ആകാനും ഈ കേക്കി ആയിട്ട് കാണപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ നമ്മുടെ സ്കിന്ന് പ്രെപ്പ് ചെയ്തിട്ടുണ്ടാവണം. അതായത് സ്കിൻ കെയറിൽ നമുക്കറിയാം ക്ലെൻസ് ചെയ്തിട്ടുണ്ടാവണം. അതോടൊപ്പം തന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. അതിനുശേഷം വേണം നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി സൺസ്ക്രീൻ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് വേണം ഫൗണ്ടേഷൻ. അതോടൊപ്പം തന്നെ നമ്മൾ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു മെയിൻ പാർട്ടാണ് നിങ്ങൾ പ്രൈമറി യൂസ് ചെയ്തിട്ടുണ്ടാവണം. പ്രൈമറി യൂസ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ നമ്മളൊരു ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുമ്പം എപ്പോഴും നമ്മൾ ഫൗണ്ടേഷൻ അതായത് ചൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സ്കിന്നിൻ്റെ നിറം അതായത് സ്കിൻ ടോൺ നമ്മൾ പരിശോധിച്ചിട്ടുണ്ടാവണം. അതിനുശേഷം വേണം. അതോടൊപ്പം തന്നെ അടുത്തായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പം നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കണം. അതായത് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഭാഗവും ഈ ഒരു ഫൗണ്ടേഷൻ്റെ ഷെയ്ഡും കൂടെ കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ അതായിരിക്കും നമ്മുടെ സ്കിൻ ടോണിന് മാച്ചിങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ. നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുമ്പം ഈ ഒരു കളർ പ്ലസ് ഇവിടുത്തെ കളറും തമ്മിൽ അതായത് ആ ഒരു ഫൗണ്ടേഷനും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടോണിന് അനുയോജ്യമായ ഫൗണ്ടേഷൻ അല്ല. അങ്ങനെ വേണം നിങ്ങൾ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്, അതായത് ഒരു ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നെക്സ്റ്റ് നമ്മൾ കുറച്ച് റൂൾസ് നോക്കാം. അതായത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വാരി വലിച്ച് ഓവറായിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്താൽ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഫൗണ്ടേഷൻ കേക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഡോട്ട് ഡോട്ട് ആയിട്ട് നമ്മൾ കുറച്ച് നീഡഡ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലെടുക്കുക. അതിനുശേഷം ഡോട്ട് ഡോട്ട് ആയിട്ട് ഫേസ് ഓവറോൾ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അതായത് നമ്മൾ ഭയങ്കര റഫായിട്ട് വലിച്ചു വാരി ഇങ്ങനെ പ്രസ് ചെയ്ത് ഒരിക്കലും ഫൗണ്ടേഷൻ നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ പാടില്ല. ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പം ഒരു ബ്യൂട്ടി ബ്ലെൻഡർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്പ്രെഡ് ഓവർ ചെയ്യുന്നതായിരിക്കും നല്ലത്. പതിയെ പതിയെ നമ്മൾ ചെയ്തു പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അമർത്തി ചെയ്യരുത്. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ അതായത് നമ്മുടെ സ്കിൻ ടോൺ അനുയോജ്യമായ ഫൗണ്ടേഷൻസ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓവറായിട്ട് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാണ്ടിരിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ബെസ്റ്റ് ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റിയ അഫോർഡബിൾ പ്രൈസിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കൂടെ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഈ ഒരു ഫൗണ്ടേഷനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ വൈറ്റമിൻ സി ആൻഡ് നിയാസിനമൈഡ് ആണ് ഹീറോ ഇൻഗ്രീഡിയൻറ്റ്. ഈ ഒരു ഫൗണ്ടേഷൻ്റെ മെയിൻ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ അതായത് ഹൈ പെർഫോമൻസ് ഫൗണ്ടേഷൻ ആണ് പറയുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത് 02 ബ്ലഷ് റോസ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. അതായത് ഒരു മീഡിയം ബിൽഡബിൾ ആയിട്ടുള്ള ഒരു കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഫെയർ ആൻഡ് മീഡിയം ടോണുള്ള ആൾക്കാർക്ക് മാച്ചായി പോകുന്ന ഫൗണ്ടേഷനാണ്. അപ്പോൾ അതിൻ്റെ ഷെയ്ഡും അതോടൊപ്പം തന്നെ ടെക്സ്ചർ വൈസും ഞാനിവിടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. ഇപ്പം ഞാൻ ക്ലെൻസും ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറും മാത്രമുള്ള ഫേസിൽ ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യുന്ന കാര്യങ്ങളും ഇത് എൻ്റെ സ്കിന്നിന് മാച്ചിങ് ആണോ എന്നൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചത്. ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നൈക്കിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അഫോർഡബിൾ പ്രൈസിൽ കിട്ടും കേട്ടോ. ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ്റെ ടെക്സ്ചർ വൈസ് നോക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഒട്ടും തന്നെ എഫേർട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഡോട്ട് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൻ്റെ മിഡിൽ പാർട്ടിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അതായത് ഈ ഒരു ഉൾഭാഗത്തു നിന്ന് ഔട്ട് സൈഡിലേക്ക് നമ്മൾ ഇൻസൈഡ് ടു ഔട്ട് സൈഡിലേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഡാർക്ക് സ്പോട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഡാർക്ക് സ്പോട്ട് അതായത് നമ്മൾ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്തിട്ട് ഒരു കൺസീലറും കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡാർക്ക് സ്പോട്ട് അതായത് അണ്ടർ ഐ ഡാർക്ക്നെസ് ഒക്കെ നന്നായിട്ട് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര ഈസി ആയിട്ട് ബ്ലെൻഡർ അല്ലെങ്കിൽ ബ്രഷ് ഇല്ലാണ്ട് കൈവച്ച് തന്നെ നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കാണിക്കാം ഇതിൻ്റെ ഫിനിഷ്. കവറേജ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കവറേജ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ നാച്ചുറൽ ഗ്ലോ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആക്നെ സ്പോട്ട് അല്ലെങ്കിൽ ആക്നെസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഡാർക്ക് സ്പോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊരു പൊടിക്ക് നമുക്ക് നന്നായിട്ട് ഹൈഡ് ആയി കിട്ടുന്നുണ്ട് കേട്ടോ. ഹൈഡായി കിട്ടുന്നുണ്ട്.
അതേപോലെ ഫൗണ്ടേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം നമ്മുടെ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യാണ്ട് നെക്കിലും പിന്നെ നമ്മുടെ ചെവിയിലും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ആ ഒരു ഡിസ്കളറേഷൻ നന്നായിട്ട് എടുത്തറിയും. അതായത് ഫേസ് മാത്രം കുറച്ചൊരു റേഡിയൻറ്റ് ഗ്ലോ ആയിട്ടിരിക്കും. പിന്നെ നമ്മുടെ ചെവിയും ഈ ഒരു നെക്കിന്റെ പാർട്ടും വേറെ കളറിലായിരിക്കും അറിയപ്പെടുക അല്ലെങ്കിൽ കാണപ്പെടുന്നത്. ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഈ കേക്കി ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല. അതോടൊപ്പം തന്നെ പോഴ്സ് ഒക്കെ നന്നായിട്ട് മിനിമൈസ് ചെയ്യാനും ഒന്ന് ബ്ലർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരുപാട് എഫേർട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചില ഫൗണ്ടേഷൻസ് ഒക്കെ നമ്മൾ കുറേ നേരം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴായിരിക്കും നമ്മുടെ സ്കിൻ ഓവറോൾ അത്യാവശ്യം വേണ്ട ഒരു കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതങ്ങനെയൊന്നുമില്ല. പിന്നെ നോൺ സ്റ്റിക്കി ഒന്നും അല്ല, സോറി നോൺ സ്റ്റിക്കി എന്നല്ല, നോൺ സ്റ്റിക്കി ആണ്, സ്റ്റിക്കി ഒന്നും അല്ല കേട്ടോ. ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ കൺസീലർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഡാർക്ക് സ്പോട്ട് ഹൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം, ക്ലെൻസിങ് ചെയ്തിട്ടുണ്ടാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ഫിനിഷ് കിട്ടാനും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാനും ഒക്കെ വേണ്ടിയിട്ട്, അതായത് സ്വെറ്റൊക്കെ ഇങ്ങനെ ഒഴുകി വലിച്ച് വാരി നമ്മുടെ സ്കിന്നൊന്നും നാശമായി പോകാണ്ടിരിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ഈ ഒരു ചൂട് കാലത്താണെങ്കിലും ഏത് കാലത്താണെങ്കിലും നിങ്ങളൊരു സെറ്റിംഗ് സ്പ്രേ മസ്റ്റ് ആയിട്ടും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ട് യൂസ് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ലൊരു കവറേജ് പ്രൊവൈഡ് ചെയ്യുള്ളൂ നമ്മുടെ ഫേസിനാണെങ്കിലും നമ്മുടെ നെക്കിനാണെങ്കിലും. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി, സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നതിന് മുന്നേ സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യണം കേട്ടോ. എങ്കിലായിരിക്കും ഒരു എക്സാക്റ്റ് ഫിനിഷ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഹൈ പെർഫോമൻസ്, അതായത് നല്ലൊരു ഫൗണ്ടേഷൻ വാങ്ങാൻ നോക്കി നടക്കുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ തന്നെയാണ്. നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനിവിടെ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി. ഇപ്പോൾ അത്യാവശ്യം നല്ല ഓഫറിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് നൈക്കിയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഭയങ്കര ഓഫറാണ്, എന്തോ വാവ് ഓഫറൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചോളൂ. ഞാനിവിടെ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾക്ക് എക്സ്ട്രാ ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ, ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾ ഓവർ ഭയങ്കര വലിയ കവറേജ് ഒന്നും പ്രതീക്ഷിക്കരുത്. അത്യാവശ്യം ഹൈ ആൻഡ് ഒരു ബിൽഡബിൾ കവറേജ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ ഈ ഒരു സ്കിൻ ടോൺ അല്ലെങ്കിൽ അണ്ടർ ടോണിന് മാച്ചിങ് ആണ് ഈ ഒരു ഫൗണ്ടേഷൻ. ഇതായിരിക്കില്ല നിങ്ങളുടെ ഷെയ്ഡ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഷെയ്ഡ് അതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എക്സാക്റ്റ് ആ ഒരു ഫൗണ്ടേഷൻ ഏതാണ് നമ്മുടെ സ്കിന്നിന് മാച്ചിങ് എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ടാറ്റാ.